ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് വിശുദ്ധ യോഹന്നാൻ 19 അധ്യായത്തിൻ്റെ 25 വാക്യം. യോഹന്നാൻ 19:25. യേശുവിൻ്റെ ക്രൂശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലെയോപ്പാവിൻ്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. ക്രൂശിൻ്റെ ചുവട്ടിലെ അശ്രുപൂജകൾ നടത്തിയ സ്ത്രീകളെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ക്രൂശിൽ കർത്താവ് അനുഭവിച്ചു പിന്നിട്ട അന്ത്യനിമിഷങ്ങൾ യോഹന്നാൻ ചുരുങ്ങിയ വാക്കുകളിലാണ് വിവരിക്കുന്നത്. അപൂർവം ചിലർ മാത്രമാണ് ക്രൂശിന്റെ ചുവട്ടിൽ ഉണ്ടായിരുന്നത്. ഉള്ളവരിൽ അധികവും സ്ത്രീകളായിരുന്നു. യേശുവിനോടുള്ള അവരുടെ ഉത്കടമായ സ്നേഹം കാരണമാണ് അവർ ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുന്നത്. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു എന്നത് ദൈവവചനമാണ്. ക്രൂശിന്റെ ചുവട്ടിൽ നിന്നിരുന്ന സ്ത്രീരത്നങ്ങളുടെ പേരുകൾ യോഹന്നാൻ അപ്പോസ്തലൻ പങ്കുവെക്കുന്നുണ്ട്. നമ്മുടെ ധ്യാനത്തെ ഉണർത്തുന്നവയാണ് ആ പേരുകൾ. ഒന്ന്, യേശുവിൻ്റെ അമ്മയായ മറിയ അവിടെ നിന്നിരുന്നു. ഒരു കുറ്റവാളി എന്ന നിലയിൽ തൻ്റെ മകനെ മരത്തിൽ തൂക്കിക്കൊല്ലുമ്പോഴും തൻ്റെ സ്നേഹത്തെ മറച്ചു വയ്ക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞില്ല. തൻ്റെ പുത്രന്റെ ജനനം നിസ്തുലമായിരുന്നുവെന്ന് അമ്മ മറിയം അറിഞ്ഞിരുന്നു. തൻ്റെ പുത്രന്റെ ജനനത്തെക്കുറിച്ചും ജീവിത നിയോഗത്തെക്കുറിച്ചും തനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ദൈവിക രഹസ്യങ്ങൾ ഉണ്ടെന്ന് അമ്മ അറിഞ്ഞു. തൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കുന്നതിനെക്കുറിച്ചും കരൾ പിളരുന്ന വേദന ഉണ്ടാകുന്നതിനെക്കുറിച്ചും ഹൃദയത്തിൽ ബോധ്യമുണ്ടായിരുന്നു ആ അമ്മയ്ക്ക്. അത് സഹിക്കുന്നതിനും ദൈവഹിതത്തിന് സ്വയം വിധേയപ്പെടുത്തുന്നതിനും പ്രതിജ്ഞാബദ്ധമായിരുന്ന ഒരു മാതാവ് മകന്റെ ക്രൂരമായ കൊലയ്ക്ക് സാക്ഷിയാകുന്നു. അമ്മ മറിയത്തിന്റെ സഹോദരിയും അവിടെ ഉണ്ടായിരുന്നു. മർക്കോസ് 15 അധ്യായത്തിലും മത്തായി 20 അധ്യായത്തിലുമൊക്കെ ഇത് നമുക്ക് യാക്കോബിന്റെയും യോഹന്നാന്റെയും അമ്മ ശലോമി ആയിരുന്നു എന്ന് തിരിച്ചറിയാം. ഒരിക്കൽ യേശുവിന്റെ പക്കൽ നിന്നും കഠിനമായ ശാസന അവർ സ്വീകരിച്ചിട്ടുണ്ട്. മത്തായി 20 വാക്യത്തിൽ അതുണ്ട്. തൻ്റെ വിശ്വാസ പ്രയാണത്തിൽ അത് വലിയ ഒരു സ്വാധീനമായി അവരെ സ്വീകരിച്ചിട്ടുണ്ടാവണം. യേശു തമ്പുരാൻ 7 ഭൂതങ്ങളെ പുറത്താക്കി സൗഖ്യം നൽകിയ മഗ്ദലക്കാരി മറിയയുടേതായിരുന്നു മറ്റൊരു സാന്നിധ്യം. കർത്താവും ഗുരുവുമായവൻ തനിക്ക് നൽകിയ ഉപകാരത്തെ വിസ്മരിക്കാൻ മഗ്ദലക്കാരിക്ക് കഴിഞ്ഞില്ല. ക്ലെയോപ്പാവിന്റെ ഭാര്യ മറിയയാണ് മറ്റൊരാൾ. കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ലെങ്കിലും ലൂക്കോസ് 24 അധ്യായത്തിന്റെ വിവരണമനുസരിച്ച് ക്ലെയോപ്പാവ് യേശുവിൽ തന്റെ പൂർണ്ണ പ്രത്യാശ കണ്ടെത്തിയ ഒരാളായിരുന്നു. രണ്ടാമത്, ക്രൂശിന്റെ ചുവട്ടിൽ തന്റെ മാതാവായ മറിയാമിനെ യോഹന്നാന്റെ പക്കലും യോഹന്നാനെ മറിയയുടെ പക്കലും യേശു തമ്പുരാൻ ഏൽപ്പിച്ച് നൽകുന്നത് 27 വാക്യത്തിൽ വായിക്കുന്നു. ക്രൂശിന്റെ വേദനകളുടെ പാരമ്യത്തിലും തന്റെ മാതാവിനെ കുറിച്ച് ചിന്തിക്കാതെ ഇരിക്കുന്നതിന് യേശുവിന് കഴിഞ്ഞില്ല. മാതാപിതാക്കളെ കരുതുക എന്നത് അടിസ്ഥാനപരമായ മനുഷ്യ ഉത്തരവാദിത്തമാണെന്ന് യേശു ക്രൂശിൽ വെച്ച് സകല മനുഷ്യരെയും ഓർമ്മിപ്പിക്കുന്നു. മൂന്നാമത്, ക്രൂശിന്റെ ചുവട്ടിലെത്തിയ ഒരു വലിയ സമൂഹം അല്ലെങ്കിൽ ക്രൂശീകരണത്തിന്റെ സാക്ഷികളായിരുന്നവർ. അവിടെ നമ്മൾ കാണുമ്പോൾ കർത്താവിന്റെ ഇടപെടൽ ഒരു പുതിയ കുടുംബ സങ്കല്പം രൂപപ്പെടുത്തുന്നു. ഒരിക്കൽ യേശുവിനെ കാണാൻ അമ്മയും സഹോദരങ്ങളും കാത്തു നിൽക്കുന്നുവെന്ന് യേശുവിനോട് അറിയിച്ച
സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും എന്ന ഒരു പുതിയ നിർവചനം യേശു നൽകിയിട്ടുണ്ട്. രക്തബന്ധങ്ങളെ നിഷേധിക്കുകയായിരുന്നില്ല കർത്താവ്. പിന്നെയോ സങ്കുചിതമായ രക്തബന്ധ സങ്കല്പങ്ങൾക്കപ്പുറം ഒരു പുതിയ സാഹോദര്യത്വം കണ്ടെത്താൻ യേശു ശിഷ്യരെ ആഹ്വാനം ചെയ്യുകയായിരുന്നു. ദൈവം സകലരുടെയും പിതാവായതുകൊണ്ട് അപ്രകാരമുള്ള സാഹോദര്യത്വം കണ്ടെത്തി ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നത് ദൈവത്തിന് പ്രസാദകരമായ കാര്യമാണ്. ഈ വേദഭാഗം നമ്മെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളിൽ യേശുവിൻ്റെ സ്നേഹം രുചിച്ചവർക്ക് യേശുവിനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. ചെറുതും വലുതുമായ ദൈവാനുഗ്രഹങ്ങളുടെ സ്വീകർത്താക്കളായ നമുക്ക് യേശുവിൻ്റെ വേദനകളെ പങ്കുവയ്ക്കാൻ സാധിക്കുന്നുണ്ടോ? ഉയിർത്തെഴുന്നേറ്റ കർത്താവ് തർസോസുകാരൻ ശൗലിനോട് അയാൾ ഉപദ്രവിക്കുന്ന ഓരോ ക്രിസ്ത്യാനിയും താൻ തന്നെയാണ് എന്ന് പറഞ്ഞല്ലോ. ഇന്ന് വേദനപ്പെടുന്ന സമസൃഷ്ടങ്ങളുടെ വേദനയും പ്രകൃതിയുടെ നൊമ്പരങ്ങളും നമ്മൾ ശ്രവിക്കാൻ തക്കവണ്ണം യേശുവിൻ്റെ സമീപേ നമ്മൾ നിൽക്കേണ്ടതായിട്ടുണ്ട്. പാട്ടുകാരൻ പാടി, ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. കർത്താവിൻ്റെ ക്രൂശിനരികിൽ അതിൻ്റെ സാക്ഷികളായി നിന്ന ആളുകൾ പല വിചാരങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം. എങ്കിലും നമുക്കും അതിൻ്റെ തുടർച്ചാ സാക്ഷികളായി ലോകത്തിൻ്റെ മുൻപിൽ ജീവിപ്പാൻ ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുന്ന് സ്നേഹത്തിൻ്റെ ഇടയനെന്ന് അനുഭവിച്ചറിയാൻ ഞങ്ങൾക്ക് ലഭിച്ച സന്ദർഭങ്ങൾക്കായി സ്തോത്രം. സ്നേഹത്തിൻ്റെ പൂർണ്ണത അവിടുത്തെ ക്രൂശിൽ കാണാൻ ഞങ്ങളെ സഹായിക്കുമല്ലോ. അങ്ങേ അതുപോലെ പകരം സ്നേഹിപ്പാൻ ഞങ്ങൾക്കാവില്ല എങ്കിലും ഞങ്ങളാലാവുന്നതുപോലെ സ്നേഹിപ്പാൻ, നിസ്വാർത്ഥമായി സ്നേഹിപ്പാനും പങ്കുവയ്പ്പാനും സഹായിക്കണമേ. ഇന്ന് പകലിൻ്റെ നന്മ ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുതലൊപ്പം ഉണ്ടായിരിക്കണമേ. യേശു മെശിഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക അനുഗ്രഹവും കാവലും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.